നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഏതായാലും നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അത് നന്നായല്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നെ കാണാമല്ലോ. മനഃപൂർവ്വ ആരുമായിട്ടൊരു അടുപ്പവും വേണ്ടാന്ന് തീരുമാനിച്ചത്. പക്ഷേ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കിടയ്ക്കെല്ലാം ഓർമ്മ വരും. സത്യം പറയാലോ, നീ ഇങ്ങനെ ഒളിച്ചു കഴിയേണ്ട ഒരു ആവശ്യമില്ല. എടാ, എനിക്കുണ്ട്. മാനസികമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എടാ, എനിക്ക് ആരെ ഫേസ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. എടാ, ഇപ്പോഴും നിന്റെ മനസ്സറിയ മഞ്ചാടിയാണെന്ന് എനിക്കറിയാം. അതിലെന്താ സംശയം? അവളെ മറക്കാൻ വേണ്ടിയല്ല ഞാൻ നാട് വിട്ടത്. അവൾക്കൊരു ശല്യമാകാതിരിക്കാൻ. അറിയാടാ, പക്ഷെ അവളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നീ വേദനിപ്പിക്കുന്ന നിന്റെ കുടുംബത്തെയാണ്. അത് നീ മറക്കരുത്. നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും മഞ്ചാടിയുടെ വീട്ടുകാരുമായി അടുക്കാൻ പല ശ്രമവും നടത്തുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കാനൊന്നുമല്ല. പക്ഷേ പിന്നെ അവിടെ നിന്ന ഒരുപക്ഷെ എനിക്കെന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. എടാ, എനിക്ക് നിന്നെ മനസ്സിലാവും. പിന്നെ മഞ്ചാടിയുടെ വീട്ടിലെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്. രഘുവേട്ടന്റെ ബിസിനസ്സൊക്കെ തകർന്ന അവസ്ഥയിലാ. അവര് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർക്കെന്താ സംഭവിച്ചത്? ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊന്നും അറിയില്ല. ബിസിനസ് അല്ലേ, ചതിയും വഞ്ചനയൊക്കെ ഉണ്ടാവും. അവൾ എവിടെ പോയാലും എന്റെ മനസ്സിൽ നിന്ന് പോവില്ലടാ. എടാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പലരെയും സ്നേഹിച്ചു വരെ വഞ്ചിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ ഈശ്വരൻ തരുന്നത് സ്നേഹത്തിലൂടെ തന്നെയാണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തെ ഓർത്ത് ഉരുകി തീരുക ഞാൻ. നീ വിഷമിക്കാതെ എല്ലാം പോസിറ്റീവായി കാണാൻ ശ്രമിക്കടാ. ഞാനിവിടെ ഉള്ള കാര്യം നീ ആരോടും പറഞ്ഞില്ലല്ലോ. നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സങ്കടം കണ്ടപ്പോ നീ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എടാ, നീ എന്തിനടാ? ഞാനിവിടെ സമാധാനത്തോടെ കഴിയായിരുന്നില്ലേ? നീ എത്ര ദേഷ്യപ്പെട്ടാലും അതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരായിട്ട് നിന്നെ തേടി വരില്ല. അതെനിക്ക് വാക്ക് തന്നതാ. പക്ഷേ ഒന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരാൽ കഴിയും വിധം മാഷും വീട്ടുകാരുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേ, 100 ആയുസാടാ നിന്റെ അച്ഛനാ വിളിക്കുന്നത്. അച്ഛനോ? ആ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കണം കേട്ടോ. നീ അവരോടൊന്ന് സംസാരിക്കടാ. എടാ, ഒന്നും ശരിയാവില്ലടാ. വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ പറയില്ലടാ ഗോകുൽ. നീ അവരുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിന്നെ കാണാതായ അന്നു മുതൽ എത്രമാത്രം അവർ വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? പ്ലീസ്. നീ ഫോൺ എടുക്ക്. ഹലോ അങ്കിളെ. ആ മോനെ, എടാ ഞാൻ നിന്നെ വിളിച്ചതേ. ആ, മനസ്സിലായെങ്കിലേ. ഞാനേ ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. നിന്നോട് വേണ്ടെന്ന് പറഞ്ഞ സംസാരിക്കടാ. പിടി. സംസാരിക്കടാ.
മോനെ ഗോകുലാണോ? എടാ മക്കളെ, നീ ഇത് എവിടെയാ? എടാ, നീ ഞങ്ങളെ മറന്നോ? അച്ഛാ, ഞാൻ ഫേസ് ചെയ്യാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. സോറി. എടാ, എന്റെ കാര്യം പോട്ടെ, നിന്നെ മാത്രം ഓർത്ത് കഴിയുന്ന നിന്റെ അമ്മയും പെങ്ങളെയും നീ മറക്കരുതായിരുന്നു. സച്ചേട്ടാ, ഫോൺ താ, ഞാനൊന്ന് എന്റെ മോനോട് സംസാരിക്കട്ടെ. എടാ മോനെ, ഞാൻ അമ്മയുടെ കൊടുക്കാം. ആ മോനെ, ഗോകുലെ, നിനക്ക് സുഖാണോടാ? അതെ അമ്മേ, അമ്മയ്ക്ക് സുഖമാണോ? നിന്നെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്കില്ല മോനെ. എവിടെയൊക്കെ അന്വേഷിച്ചു, എന്തൊക്കെ നേർച്ച നേർന്നെന്ന് അറിയോ ഞങ്ങള്. അമ്മ വിഷമിക്കണ്ട അമ്മ, ഞാനിവിടെ സുരക്ഷിതനാണ്, ഒരു കുഴപ്പമില്ല. അത് മതി, അത്രയും മാത്രം കേട്ടാ മതി. അമ്മ, ഇന്ദുവോടില്ലേ? അവള് സുഖമായിട്ടിരിക്കുന്നോ? ദാ തൊട്ടടുത്തുണ്ട്, ഞാൻ കൊടുക്കാവേ. ഏട്ടാ, ഡേയ്, മോളെ, ഡേയ്, നീ വേണം കേട്ടോ അച്ഛനും അമ്മയൊക്കെ സമാധാനിപ്പിക്കാൻ. ഏട്ടന് സുഖല്ലേ? സുഖമായിരിക്കുന്നതി. ദാ, എടാ, ഞങ്ങക്ക് നിന്നെ കാണാൻ കൊതിയാവോടാ. നീ ഒന്നിവിടെ വന്നിട്ട് പോ. അമ്മേ, ഞാൻ വരാം, പക്ഷെ ഇപ്പോഴൊന്നുമല്ല. വിഷുവിന് മോൻ വരണം, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. അമ്മേ, വിഷുവിനൊന്നും നടക്കില്ലമ്മേ. ഞാൻ അങ്ങനൊന്നും വരാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഉള്ളത്. അങ്ങനെ പറഞ്ഞൊന്നും ഒഴിവാകല്ലേ. നീ വരുമെന്ന് ഈ അമ്മ വിശ്വസിക്കും. നീ വന്നാലേ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കും. ഈ അമ്മ ഇനി ഒരാഗ്രഹവും നിന്നോട് പറയില്ല. എന്റെ മോൻ വരണം. ഹലോ ഹലോ മോനെ. അമ്മച്ചല്ലേ, എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ, നീ പറ. നീ എന്തിനാ അവനെ വെറുതെ നിർബന്ധിക്കാൻ പോയേ? ഞാൻ അവന്റെ അമ്മയാ സച്ചിയേട്ട. എന്റെ മോനെ ഒന്ന് കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മേ, എനിക്കത് മനസ്സിലാവും. പക്ഷേ നമ്മുടെ മോനെ ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ പെൺകുട്ടി വിചാരിക്കണം. സച്ചിയേട്ടൻ എങ്ങനെയെങ്കിലും ആ മാഷിന്റെയും മകളുടെയും മനസ്സ് ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ ഏതായാലും നാളെ തന്നെ പോയി മാഷിനെ ഒന്ന് കാണാം. ഞാനും വരാം. ആരുടെ വേണമെങ്കിലും കാല് പിടിക്കാം. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി.